കേട്ടാ സത്യമാണോ വേലോട്ടാ? പിന്നല്ലാതെ ഇതങ്ങനെ വിട്ടാ പറ്റില്ല. കുടുംബമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ പിന്നല്ലാതെ. തന്തേനെയും തള്ളനെയും കെട്ടിയെടുത്ത അന്ന് തുടങ്ങിയതാ. തന്നെ കഴിവേറി മോൻ. ഒരു വഴി തരൂ, ഒന്ന് മാറും. എന്താ വേലപ്രാശാരി പ്രശ്നം? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ പേടിച്ച് ബാക്കിയുള്ളവർ ജീവിക്കണമെന്നോ? ഇത് എവിടുത്തെ ന്യായവാ? ഇയാള് കാര്യം പറ. കാലത്തെ പോലെ തുടങ്ങിയിരിക്കുന്നത് ഒരു തേവിടിച്ചയും കൊണ്ട്. എവിടെ? ഇവിടെ. ഇയാള് വല്ലതും കണ്ടിട്ടാണോ പറയുന്നത്? പിന്നെ കാണാണ്ട് നല്ല പീസാണോ? സൈലൻസ്. ഞാൻ കൈയറിഞ്ഞോളാം. ഇത് കേസാകും. പിന്നല്ലാതെ. ഇന്ന് തുടവന് പൂട്ടണം. അപ്പുറത്തും ഇപ്പുറത്തും പെൺകുട്ടികളുമായിട്ട് ജീവിക്കുന്നവരാ. DGP ഒന്ന് വിളിച്ചാലോ? ഇവനെ പൂട്ടാനുള്ള ആളെ ഞാൻ കൊണ്ടുവരും. അവൻ ഈ ലോകത്തൊരു ബന്ധു എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് ശരി. ഇന്നത്തെ കൊണ്ട് അവരെ പൂട്ടണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇവിടെ നിന്ന് ആളുകളൊക്കെ എന്തി? എല്ലാരും സ്ഥലം വിട്ടു. ഒക്കെ പേടിത്തൊണ്ടന്മാരല്ലേ? എവിടെയാ നശിച്ചോള്? രണ്ടെണ്ണം അകത്തോണ്ട് ചെല്ല്. കാലത്ത് തുടങ്ങിയതാ. ഇറങ്ങി പാടിങ്ങോട്ട്. ഇന്ന് തകർക്കും. ഇറങ്ങി വരുന്നതാ രണ്ടെണ്ണത്തിന് നല്ലത്. എടാ വാസവാ, ഇറങ്ങി വാടാ ഇവിടെ. എടാ ഇറങ്ങി. ഇവനെ ഇന്ന് ഇറങ്ങി വരാൻ. നിന്നെ പരിസരത്തിനെ കണ്ടുപോകരുത്. ബാക്ക് കണ്ടിട്ട് കലൂർ ചാന്തയാണ്. ഇവൻ ഇതുവരെ ഇറങ്ങി വന്നു. എടാ വാസവ ഇറങ്ങി വരാൻ. ഇവനെ ഇന്ന് ഞാൻ എന്താടാ ഇത്? നീ പോ. ഇല്ലടാ, ഞാൻ പോവില്ല. എനിക്ക് അറിയണേ ഇവിടെ ആരെന്ന്. പോയിനടാ ഓട്ടി കഴിവേറി മക്കളെ. ഓടി. ആരാടാ അവളെ വിളിച്ചെടുത്തത്? നീയാ? തള്ളി. ശരി, ആ തോട്ടിലൊന്ന് എത്തിച്ചേക്കണോ? ഇന്നത്തെ ജില്ലാ കമ്മിറ്റി തോട്ടിൽ. അമ്മു, ദേ അസത്ത് വരുന്നു. എന്താടാ കുട്ടുസാ നിന്റെ ആശാന് പറ്റിയേ? വന്നപ്പോ മുതലൊരു ഗൗരവം. അതിന് ആശാന്റെ കള്ളക്കളി മുഴുവൻ നാട്ടുകാരറിഞ്ഞില്ലേ? അപ്പ മുതലായി മിണ്ടാപ്പൂതം. അതോ ആ ബാല്യകാലത്തൊക്കെ അറിഞ്ഞാലുള്ള വിഷമാണ്. കിട്ടണത് നക്കിയിട്ട് എഴുന്നേറ്റ് പോനടാ പോട്ടികളെ. എന്താടാ പറ്റിയേ? പറ, ഞങ്ങളൊന്നും അറിയട്ടെ. അതോ വല്ല രഹസ്യാണോ? ഇതൊന്നും അല്ല കാര്യം. മുത്തലക്ഷ്മി അറിഞ്ഞാലുള്ള പൂവിൽ ഓർത്തിട്ടുള്ള ടെൻഷനാ. അല്ലേടാ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും ഇടപെടണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞേക്കാം. ഏയ്, എന്താടാ ഇത്? അവനൊരു തമാശ പറഞ്ഞെന്ന് വെച്ച് എനിക്ക് മനസ്സിലാവൂടാ നിന്റെ കൊണ്ടാക്കല്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എല്ലാവരോടും കൂടിയാ. വാസവന് ഇഷ്ടമുള്ളിടത്തൊക്കെ വാസവും പോവും. അവിടെ പൊറുതിയും വയ്ക്കും. അതെന്റെ മിടുക്ക്. അതിന്മേലിട്ടാരും ചിരണ്ടല്ലേ. വാസന അണ്ണനാ മുത്തലക്ഷ്മിയൊക്കെ കൂപ്പിടാങ്ക. ആ, നീ പോ. ഞാൻ നാളേക്ക് വരാം. ശീക്രമാ വര சொன்னாங்க. പറഞ്ഞത് കേക്കടാ, നീ പോ. ശരി. നിങ്ങളോട് ഇരി, ഞാനിപ്പോ വരാം. അല്ല, അച്ഛനിത് കൊണ്ടാ ഞാൻ പറഞ്ഞേ. വേണ്ട, നീ വാടാ. ഇവൻ വലിയ ആണത്തം പറയുന്നുണ്ടല്ലോ. എന്നിട്ടെന്തേ ഇതുവരെ ഈ മുത്തുലക്ഷ്മി ഒന്ന് തൊടാൻ പറ്റിയിട്ടുണ്ടോ? എടാ, ആശാൻ ഒരു പെണ്ണിനെ വേണോന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവക്കടെ കാര്യം പോക്ക. അതേത് മുത്തുലക്ഷ്മി ആയാലും നമുക്ക് നോക്കാം.
வா கண்ணா வா. எவ்வளவு நேரமா உனக்காக காத்துட்டு இருக்கேன். எங்க போயிடுச்சு? ஊர்ல என்ன விசேஷம்? ഓ ഒന്നുമില്ല. செம்பகோ, ஸ்ட்ராங்கா ஒரு டீ கொடு. വേണ്ട. ஏன் தண்ணி சாப்பிட்டியா? உட்காரு கண்ணா உட்காரு. ம். ஏய், என்ன கோவம்? எவ்வளவு வாட்டி நான் சொல்லியிருக்கேன் அந்த காட்டு பக்கம் போக வேணான்னு. என்ன இங்க பிடிக்கலையா? എന്തിനാ വിളിപ്പിച്ചേ? അത് പറ. உன்னை பார்த்ததும் நான் எல்லாம் மறந்துட்டேன். இந்த நாள் இதுக்காகத்தான் நான் இத்தனை நாள் காத்துட்டு இருந்தேன். 8 வருஷமா காத்துட்டு இருந்தேன். அவன் வந்துட்டான். சிக்ஷை முடிஞ்சு அவன் வந்துட்டான். ആര്? കനലോ? ஆமாண்டா, அவனே தான். 8 வருஷத்துக்கு முன்னாடி என் வாழ்க்கை தொலைச்ச நாய். ஏய், உனக்கு என்ன வெக்கமா? முத்து, ஏய், என்ன என்ன உனக்கு பிடிச்சதா? சத்தியமா சொல்லு. அதோ அப்பா அம்மா யாருது? என்னடா? இது அவனுக்காக எடுத்து வச்சது. போ, அவன் உயிரை எடுத்துட்டு வா. என் கண் முன்னாடி அவன் உயிரை எடுத்துட்டு வா. அண்ணா, அவன் இங்க வந்துட்டு இருக்கானா? டேய், வாங்கடா எல்லாம். உனக்கு எனக்கு என்ன பிரச்சனை? நீ விட்டுடு. ചെട്ടിയാരെ കൊല്ലുമ്പോ നീ ഓർത്തില്ല ഇങ്ങനെ ഒരു ദിവസം? செட்டியார மட்டும் இல்ல, அவன் பொண்டாட்டை கூட நான் கொல்லுவேன். அதுக்காகத்தான் வந்திருக்கேன். என்னோட தங்கச்சி ஏமாத்தி வாழ்க்கை கெடுத்தவன் இன்னைக்கு என் தங்கச்சி உயிரோட இல்ல. எப்படி அதை மறக்க முடியும்?
அம்மா ஆ? அண்ணன் வந்திருக்காரு. வர சொல்லு. ஆ. உள்ளே வா, தயங்காம வா. நம்பிக்கை இல்லையா? நிஜம். இங்க வந்த நாள் முதல் நீ என்ன ஆசைப்படுறேன்னு எனக்கு தெரியும். இந்த நாளுக்காகத்தான் நான் காத்துட்டு இருந்தேன். என் புருஷனை கொலை செஞ்சவனே கொல்ற வரைக்கும் என் விரதம் எடுத்தாச்சு. அதுதான். ஆனா இன்னைக்கு நீ அதை முடிச்சாச்சு. ஆனா இந்த மலையாளி செக்கனை இன்னும் மட்டும் அல்ல, என்னைக்குமே இஷ்டம். അടയ്ക്കാറായില്ലേടാ നിന്റെ കട. പൈസ ഇതൊരു ബാറല്ല കേട്ടോ. എനിക്കറിയാം ഇത് ഒരു ബാറല്ല, ഇത് 2 ബാറാ. ബാർ ഷാപ്പ്. ഇവരൊക്കെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? ഇവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇതിന്നൊരു തുള്ളി പോലും കൊടുക്കില്ല. നിങ്ങൾ ഇങ്ങനെ ഇടക്കേറിയിരിക്കുന്ന മോശമല്ലേ? ഇവരൊക്കെ മുടി വെട്ടാൻ വന്നിരിക്കുന്നവരാ. അയ്യോ പാവ. ഇവന്റെ ഒക്കെ ഇരിപ്പ് കണ്ടാ തോന്നി ഇവനെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു. ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് വിമാനം ഓടുന്ന തീവണ്ടിയിലിരുന്ന് തീവണ്ടി കണ്ടുപിടിച്ചതാര്? വിമാനം ചേട്ടൻ അയാളെ അറിയുമോ? അറിയുന്നു. ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാൻ ഈ പരുവത്തിലായത്. അതെന്ത് പറ്റി? എടാ, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ പട്ടാപ്പകല് ഈ നാറി അടിച്ചോണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. നിന്നെ ഞാൻ വിടില്ല മോനെ. ചേട്ടന് ഭാര്യയൊക്കെ ഉള്ളതല്ലേ? അതെന്റെ ഇഷ്ടത്തോടെ കെട്ടിയല്ലോ, പിന്നെ വീട്ടിനടുത്ത ശരത്ത് പറഞ്ഞിട്ട് കെട്ടിയല്ലേ. പൊട്ടിച്ചുടാമെന്നും അതേ ആവി കൊണ്ട് തന്നെ ട്രെയിൻ ഓടിക്കാമെന്നും. അതിരിക്കട്ടെ,
നിന്നോട് ചോദിക്കാൻ വിട്ടുപോയി. എന്താ? എന്താ നിന്റെ പേര്? സുന്ദരൻ. അയ്യോ. ഇങ്ങോട്ട് വാ. ഇതെന്തിനാന്നറിയോ? നിനക്ക് ഈ പേരിട്ട് നിന്റെ തന്തയ്ക്ക് കൊടുക്കാനുള്ളതാ. ഇനി ജാഫറിന് കൊടുക്കാനുള്ളത് അത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കാം. സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, പക്ഷേ ബൾബ് ഇട്ടാൽ സ്വിച്ച് കത്തില്ലെന്ന് പറഞ്ഞതാര്? മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിയിപ്പിക്കാമെന്നും അതേ മുട്ട കൊണ്ട് ഓംപ്ലേറ്റ് അടിക്കാമെന്നും ജാഫറേ, നിക്കടാ അവിടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ആയിരിക്കാം, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് നീയാണ്. എടാ പട്ടാ പകല് എന്റെ മുഖത്ത് മുളകോടി എറിഞ്ഞിട്ട് എന്റെ കാമുക അടിച്ചുണ്ടായ വഞ്ചക. ഇപ്പൊ നീ വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടുമുട്ടില്ല എന്ന് നീ വിചാരിച്ചല്ലേ? അയ്യോ സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. എന്റെ മുഖത്തേക്ക് വെക്കാം. മാറിയില്ലേ? പഴയ വൃത്തിയോട് മാറി കിട്ടി. നിനക്ക് ഇപ്പൊ ഇതെന്താ പരിപാടി? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു അത്യപൂർവ പുസ്തകമാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മോങ്ങാനിരുന്ന നായയുടെ നിലയിൽ തേങ്ങ ഇട്ടതാര്? അവക്ക് സുഖാനാടാ. സുഖമായിട്ടിരിക്കുന്നു കോതമംഗലത്താ. കോതമംഗലത്തെ വെടിക്കെട്ടുകാരനെ പറ്റിയ ഉടുക്കോട്ടി പേടിപ്പിച്ചതാര്? അങ്ങനെ ഇനിയെങ്കിലും സത്യം പറയടാ. സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ശരി, സമ്മതിച്ചു. ഈ പുസ്തകത്തിനകത്ത് എന്താ? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഈ 1001 ചോദ്യം ഉത്തരവും നിനക്ക് കാണാൻ അറിയോ? അറിയാം, എല്ലാം അറിയാം. എല്ലാം അറിയാം. നീ സർവ്വ വിജ്ഞാന പിണ്ടമാണ്. അതെ അതെ. അല്ലേ? ഞാൻ നിസ്സാര ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഇത് ഇവിടെ വിൽക്കാം. ശരി, ചോദിക്കട്ടെ. ഉത്തരം പറയാൻ ചോദിക്കേ. നിന്റെ അച്ഛന്റെ പേരെന്താ? ഖാദർ. അപ്പൊ അത് പിന്നെ അറിയാം കേട്ടാ, അതെനിക്ക് ഇഷ്ടായി. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിക്കാദർ. അപ്പൊ കുഞ്ഞുകാരനെ അറിയാം, നിനക്ക് കണ്ടിട്ടുണ്ട്. ശരി, നിന്റെ അച്ഛന്റെ 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 പേരെന്താ? എന്താടാ? അത് വലിയ പിടുത്തമില്ല. പിടുത്തല്ല. നീ ഇതിലെ കൂതറ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം കാണാതെ പഠിച്ചു വെച്ച് സ്വന്തം കുടുംബത്തെ തന്തയും തള്ളയും ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങണത്? നീ ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് കണ്ടുപോലും. ഈ പുസ്തകം ഇവിടെ ആരും വാങ്ങിക്കരുത്. നിന്നെ ഞാൻ ജീവിക്കാൻ വിടൂല മോനെ. എന്റെ കാമുകെ തട്ടിയെടുത്തവനെ ഇത് പറ്റിപ്പാണ്, പറഞ്ഞേക്കാം. അല്ല ചേട്ടാ, ചേട്ടന്റെ അച്ഛന്റെ പേര് അറിയാവോ? അയ്യോ. എടാ, എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞൂടാ, പിന്നെ ആടാ എന്റെ അച്ഛന്റെ പേര്. നീ പോയി മുടി വെട്ട. നിന്റെ ഒഞ്ചം കൊണ്ട് ഇനി കൈ എവിടെ കൊണ്ട് കഴിവെന്തോ.